പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു പേടയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ പെരുന്നാളിന് എല്ലാവരും സ്പെഷ്യലായിട്ട് പായസമോ അല്ലെങ്കിൽ പുഡിങ്ങോ ഉണ്ടാക്കും. ഈ പെരുന്നാളിന് നിങ്ങൾ ഈ പേട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. If you are watching our video for the first time, please subscribe, like, share and comment. അപ്പോൾ നമ്മൾ ഈ പേട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു കപ്പ് കടലമാവ് അരിച്ച് ചേർത്ത് കൊടുക്കണം. കഴുകി തുടച്ചെടുത്ത പാനിലേക്കാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയെടുത്താൽ മതി. നമ്മളിത് ചൂടാക്കിയെടുക്കുമ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊരു 2-3 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചാൽ നമ്മളിതിൽ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യണ്ട കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉടനെ തന്നെ ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. 4 ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പേടൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ നെയ്യ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള നെയ്യ് മുഴുവനും ഇതിലേക്ക് ചേർന്ന് വരണം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വരെ ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വലിയ അടുപ്പിൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. നല്ല ഫ്ലെയിമുണ്ട്, അപ്പോൾ അത് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. തീരെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ ഇത് റെഡിയായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ ഈ പേട റെഡിയായി കിട്ടും. കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇനി കരിഞ്ഞു പോകും. ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ എടുത്ത് നോക്കിയാൽ ഒട്ടലൊന്നും ഉണ്ടാകാൻ പാടില്ല, വലിച്ചൽ ഒട്ടലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോഴാണല്ലോ നമ്മൾ 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ആകുമ്പം തന്നെ നമ്മൾ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാനുണ്ട്. ഒന്നും കൂടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഒരു 15 മിനിറ്റൊക്കെ ആയാൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, കയ്യിലെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നട്ട്സും ഒരു 5-6 ഈത്തപ്പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം ഞാൻ അധികം ചേർക്കുന്നില്ല, കാരണം ഇതിൽ മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പും പിസ്തയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ ഞാൻ ആക്കിയെടുത്തത്. എന്നിട്ട് വെളുത്ത എള്ളിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചതാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പേടൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇതൊരു 35 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഞാൻ കഴിച്ചിട്ട് ഇത് 33 എണ്ണമാണ് ഇട്ടുള്ളത്. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പേട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.